നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് നടുത്തളത്തിലിറങ്ങിയുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. 2026 ഇപ്പോഴിതാ പുതിയ മന്ത്രിസഭ അധികാരത്തിലേറിയതിനു ശേഷം നടന്ന ആദ്യ ബഡ്ജറ്റും അതിന്മേലുള്ള ചർച്ചകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആദ്യമായുള്ള നടുതളത്തിലിറങ്ങിയുള്ള പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പ്രതിഷേധത്തെ സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത രീതിയും അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നത്. മറ്റൊന്നുമല്ല, അദ്ദേഹം പ്രധാനമായി എടുത്തു പറഞ്ഞത്, എനിക്ക് നിങ്ങളെ എല്ലാവരെയും ബഹുമാനമുണ്ട്, നിങ്ങളൊക്കെ ഇങ്ങനെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു കാരണവശാലും വാച്ച് ആൻഡ് വാർഡിനെ വിളിക്കില്ല. അങ്ങനെ വാച്ച് ആൻഡ് വാർഡിനെ വിളിച്ചുകൊണ്ട് നിങ്ങളെ തള്ളി മാറ്റാനോ പിടിച്ചു മാറ്റാനോ ഉള്ള ഒരു ശ്രമവും എൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല. കാരണം നിങ്ങളെല്ലാവരും ജനങ്ങളെ പ്രതിനിധീകരിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത വളരെ ബഹുമാന്യരായ MLA-മാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ അങ്ങനെ പിടിച്ചു മാറ്റാനൊന്നും തന്നെ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ സഹകരിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ എടുത്തു പറയേണ്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന നീതിമാൻ എന്ന പ്രതിപക്ഷം തന്നെ വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്റെ സ്വഭാവ രീതിയെക്കുറിച്ചാണ്. ഇതിനു മുൻപ് ആ കസേരയിൽ ഇരുന്നിട്ടുള്ള എത്ര പേരാണ് ഈ ഘട്ടം വരുമ്പോൾ വാച്ച് ആൻഡ് വാർഡിനെ വിളിച്ചിട്ടുള്ളത് നമുക്കറിയാം. അല്ലെങ്കിൽ എത്ര പേരാണ് ഈ രീതിയിൽ പെരുമാറിയിട്ടുള്ളത് എന്ന് നമ്മൾ എടുത്തു നോക്കേണ്ടതുണ്ട്. തീർച്ചയായും പ്രതിപക്ഷം പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു നീതിമാനെ പോലെ തന്നെയാണ് പെരുമാറുന്നത് എന്നുള്ളത്. അതായത് ഈ ഒരു വിഷയം നമുക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ അദ്ദേഹം എടുത്ത നിലപാടിനോടാണ് നമുക്ക് പ്രധാനമായും അദ്ദേഹത്തിന്റെ കാര്യം പറയാം. അദ്ദേഹം പ്രതിപക്ഷമെന്നോ അല്ലെങ്കിൽ ഭരണപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ഇരുവർക്കും ഒരേപോലെയുള്ള നീതി കൊടുക്കുന്ന ഒരു വ്യക്തമായ ഒരു വ്യക്തിയാണ്. നമുക്ക് ഇതിന് മുൻപും മനസ്സിലാക്കിയിട്ടുണ്ട്. VD സതീശൻ, മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ ഉള്ളതാണ്. അദ്ദേഹം ഒരു 5 മിനിറ്റ് കൂടുതൽ സംസാരിച്ചാൽ തന്നെ അദ്ദേഹം ഇടപെട്ട് സംസാരം നിർത്താറുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൽ നിന്നും ആരെങ്കിലും ഒക്കെ തന്നെ ഈ അസഭ്യമായി അല്ലെങ്കിൽ ഒരു പരിധി വിട്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയുകയാണെങ്കിലും അദ്ദേഹം കൃത്യമായി തന്നെ തടയിട്ടുകൊണ്ട് അങ്ങനെ സംസാരിക്കരുത്, അങ്ങനെ പെരുമാറരുത്, അത് നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം തെറ്റായ കീഴ്വഴക്കമാണെന്ന് പറയുന്നു. മാത്രമല്ല, തെറ്റായ കീഴ്വഴക്കം എന്നൊരൊറ്റ വാക്കിൽ നിർത്താതെ അത് സഭയെ സംബന്ധിച്ചിടത്തോളം ഏത് നിയമത്തിൽ വരുന്നതാണ് എന്ന് പോലും അദ്ദേഹം കോട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തിരുത്തത്. എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ഏതായാലും നിങ്ങളുടെ ഒരു പ്രതിഷേധം കഴിഞ്ഞല്ലോ. എത്ര പ്രതിഷേധം ഉണ്ടായാലും ശരി, ഞാൻ വാച്ച് ആൻഡ് വാർഡിനെ വിളിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളാണ്. നിങ്ങൾ ജനങ്ങളെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ജയിച്ചു വന്ന ആളുകളുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനോട് യോജിച്ച് നിൽക്കുക, സഹകരിച്ചു പോവുക. പ്ലീസ് സഹകരിക്കൂ പ്ലീസ്. എല്ലാം മനസ്സിലായി. അപ്പോ ദയവായിട്ട് പ്ലീസ് റെസ്യൂം യുവർ സീറ്റ് പ്ലീസ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ച നടപടി നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം നടന്നത്. വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇന്നും നാളെയും, അതായത് ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ബജറ്റ് ചർച്ചയിൽ വിഷയം ചർച്ച ചെയ്യാമെന്നായിരുന്നു സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിലപാട്. എന്നാൽ ഇതിൽ എതിർപ്പ് രേഖപ്പെടുത്തി സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ ഗുരുതരമായ അഴിമതി ആരോപണവും ഉയർത്തിയിട്ടുണ്ട്. കർണാടകയിലെ സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭം കൊയ്യാനുള്ള സൗകര്യം ഒരുക്കുകയാണ് സർക്കാർ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആരോപിച്ചു. ഇതിന്റെ ഫയലുകൾ ദ്രുതഗതിയിൽ നീങ്ങുന്നതാണ് വാർത്തയെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. ഇത് ഗൗരവത്തോടുകൂടി കാണണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ പിണറായി പ്രസംഗത്തിൽ വീണ്ടും സ്പീക്കർ ഇടപെട്ടു. ഇതോടെ അങ്ങേപോലെ ഒരു നീതിമാൻ ആ ചെയറിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ എന്നായി പിണറായിയുടെ ചോദ്യം. ഇത് സഭയിൽ പൊട്ടിച്ചിരിക്ക് ഇടയാക്കി. തുടർന്ന് ചർച്ച തുടരാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടന്നു. ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷ MLA-മാർ കൂട്ടം ചേർന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. ഇതോടെ സഭ ബഹളത്തിൽ മുങ്ങി. എന്നാൽ പിണറായിയുടെ ആരോപണങ്ങൾ സഭാരേഖകളിൽ നിന്ന് മാറ്റി സഭാ TVയിൽ നിന്നും ഇത് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പിണറായി കളിയാക്കിക്കൊണ്ടാണ് പറഞ്ഞെങ്കിൽ പോലും തിരുവഞ്ചൂരൊക്കെ വളരെ മാന്യനായിട്ടുള്ള പക്വതയാർന്ന നിലപാടെടുക്കുന്ന, പക്വതയായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്പീക്കർ തന്നെയെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. ഇതേ രീതിയിൽ തന്നെ തുടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, ആഗ്രഹിക്കാം.